കേരളത്തിലെ അടുത്ത സമയത്തുണ്ടായ ഒരു വിവാദമാണ് കേരളത്തിലെ ടോപ്പായിട്ടുള്ള ഒരു സാറ്റലൈറ്റ് ചാനൽ അതിൻ്റെ സീനിയറായിട്ടുള്ള ഒരു പത്രപ്രവർത്തകർ കുംഭമേളയെ പറ്റി പറയുന്നത്. ആ വീഡിയോ ഞാൻ കണ്ടു. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ആ ചാനലിൻ്റെയും ആ ലേഖികയും ഈ പറയുന്ന രാജീവ് ചന്ദ്രശേഖരൻ്റെ ഉടമയും BJP നേതാവിനെ മാറ്റി നിർത്തുകയാണ്. ഞാൻ ഈ പറയുമ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു കേരളത്തിലെ ബുദ്ധിജീവികൾ, ഇടതുപക്ഷ ബുദ്ധിജീവികൾ, ഇവർക്ക് ഇങ്ങനൊരു മനോഭാവം ഉണ്ടായതിൻ്റെ കാര്യം എന്താണ്? മറ്റേ കോട്ടയത്തുണ്ടായ ആത്മഹത്യ, ആ കുടുംബത്തെ പറ്റി പറഞ്ഞപ്പോഴും ഞാൻ അച്ഛനെയും അത് മാറ്റി വെച്ചിട്ട് ആ സിസ്റ്റത്തെയാണ് പറയുന്നത്. അപ്പോൾ നമ്മളിവിടെ ഇൻഡിവിജ്വൽസിനെ അല്ല നോക്കേണ്ടത്, എന്തുകൊണ്ടാണ് അങ്ങനൊരു സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. ആ വർക്ക് ചെയ്യുന്ന സിസ്റ്റത്തെയാണ് നമ്മൾ ഡിമോളിഷ് ചെയ്യേണ്ടത്. ഇതുമായി ബന്ധപ്പെട്ടും, അതായത് കുംഭമേളയായി ബന്ധപ്പെട്ടും, ഞാൻ ആ ഇൻഡിവിജ്വൽ ചാനലിൻ്റെ ആ ലേഖികയൊന്നുമല്ല പറയുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനൊരു സിസ്റ്റം ഉണ്ടായത്? ആ സിസ്റ്റം എന്തുകൊണ്ടാണ് എല്ലായ്പ്പോഴും ഹൈന്ദവ ആചാരങ്ങളെയും അതിൻ്റെ കുറവുകളെയും മാത്രം ചൂണ്ടിക്കാണിക്കുന്നത്? എന്നാൽ യഥാർത്ഥ സോഷ്യോളജിക്കൽ ഇഷ്യൂ ഉണ്ട് കേരളത്തിൽ. അത് കേരളത്തിലെ പ്രബലമായ ഒരു ന്യൂനപക്ഷത്തെ പറ്റിയുണ്ട്, മറ്റൊരു ന്യൂനപക്ഷമായ ക്രൈസ്തവരെ പറ്റിയുണ്ട്. അതിനെപ്പറ്റിയൊന്നും തൊടില്ല. അത് തൊട്ട് കഴിഞ്ഞാൽ ഈ ഇടതുപക്ഷ ലിബറൽ ബുദ്ധിജീവികളുടെ ഇവർ ഉദ്ദേശിക്കുന്ന ലക്ഷ്യം അതിനകത്തോട്ട് ചെല്ലാൻ പറ്റത്തില്ല. ഇതതിൻ്റെ കാരണം. അതായത് കേരളത്തിലുണ്ടായിരിക്കുന്നൊരു ഭാവമാണ് ഈ ഹൈന്ദവ മതത്തെയും അതിൻ്റെ ആചാരങ്ങളെയും കൺസിസ്റ്റൻ്റ് ആയിട്ട് അറ്റാക്ക് ചെയ്യുക. അറ്റാക്ക് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഇവരെ ബുദ്ധിജീവി കമ്മ്യൂണിറ്റി ആയിട്ട് നമ്മുടെ സമൂഹം ഇവരെ അക്സെപ്റ്റ് ചെയ്യും. ഈ മനോഭാവമാണ് ഇവിടെ മാറ്റേണ്ടത്. അതുമായിട്ട് ബന്ധപ്പെട്ട ചില തെളിവുകൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ തരാം. നിങ്ങൾ വളരെ ഇതിനെപ്പറ്റി ഡിബേറ്റ് ചെയ്തതിൻ്റെ അടിയിൽ നിങ്ങൾക്ക് കമൻ്റ് എഴുതാം. കമൻ്റ് എഴുതുവാണെങ്കിൽ ഞാൻ അതനുസരിച്ച് വീണ്ടും അതിനെക്കുറിച്ച് അടുത്ത എൻ്റെ എക്സ്പ്ലനേഷൻ ഞാൻ തരുന്നതായിരിക്കും. ഇപ്പം ശബരിമല ഇഷ്യൂ എടുത്തു. ആ ശബരിമല ഇഷ്യൂവായിട്ട് കേരള ഗവൺമെൻറ്റും പിണറായി ഗവൺമെൻറ്റും പെട്ടെന്ന് ഇവിടുത്തെ ഹിന്ദു കമ്മ്യൂണിറ്റിയുടെ ഒരു ഹൈന്ദവ വിശ്വാസ വിചാരങ്ങളെ ബുൾഡോസ് ചെയ്യാൻ തീരുമാനിച്ചു. നിങ്ങൾക്കറിയാം, ഇപ്പോൾ തന്നെ സ്ത്രീകൾ ശബരിമലയിൽ കയറിയേ മതിയാവും. എന്നാൽ അവിടെ ഗവൺമെൻറ് എടുക്കേണ്ട ഒരു പ്രാക്ടിക്കൽ മനോഭാവമുണ്ട്. അതെല്ലാം മാറ്റിവെച്ചിട്ട് ഉടൻ തന്നെ ഹൈന്ദവ വിശ്വാസത്തിനെയും അതിനെ അടിക്കുക. മതിൽ കെട്ടാൻ പോകുന്നു. മറ്റേ കറുത്ത ചാക്കിട്ട സാധനങ്ങൾ അവരെല്ലാം കൂടെ മതിലിൽ പടിയാൻ പോകുന്നു. അവർ സ്ത്രീകൾക്ക് വേണ്ടി ശബരിമലയിൽ സ്ത്രീകൾ കയറണമെന്ന് പറയുന്ന അവർ റാലി നടത്തുന്നു. എന്നാൽ ഈ ഇടതുപക്ഷ ലിബറൽ ബുദ്ധിജീവികൾ ഇവിടെ എത്ര മുസ്ലിം ആരാധനാലയങ്ങളിൽ സ്ത്രീകളെ കയറ്റുമെന്ന് പറഞ്ഞു? പറയില്ല. പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിജീവിയല്ല. ആ സമയത്തൊക്കെ ഒരു കാനഡയിൽ നിന്ന് ഒരു മരമാക്രിയുണ്ട്. അത് കനേഡിയൻ മാക്രി എന്നാണ് ഞാൻ ആ വലിയ പത്രപ്രവർത്തകയെ പറയുന്നത്. അത് കേരളത്തിലെ ഒരു പൊട്ടക്കുളത്തിൽ കിടന്ന ഒരു തവള കാനഡയിൽ പോയി കനേഡിയൻ മാക്രിയായി. അവരെന്തൊക്കെയോ പുലമ്പുന്നു. അതും കയറ്റിപ്പിടിച്ചോട്ട് കേരളത്തിലെ ബുദ്ധിജീവികൾ, ഇടതുപക്ഷ ബുദ്ധിജീവികൾ അതിന് പ്രത്യേക സമാനമായിട്ട് പലതും വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുന്നു. പെട്ടെന്ന് ഹിന്ദുക്കളെ ഒന്നടങ്കം അവൻ ചാണകമാണ്, ഇവരുടെ ഏറ്റവും വലിയൊരു ഹീനമായ രീതിയിലുള്ള അറ്റാക്കാണ്. ഈ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ഏറ്റവും കൂടുതൽ ഹിന്ദു ഭൂരിപക്ഷമുള്ള രാജ്യമാണ്. അവർക്ക് പശുവുമായിട്ടുള്ള ബന്ധമുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടൊരു കൗ പൊളിറ്റിക്സ് ഉണ്ട്, പശു രാഷ്ട്രീയമുണ്ട്. പശു ബെൽറ്റ് എന്നാണ് ഈ നോർത്ത് ഇന്ത്യൻ ഈ ഹിന്ദി ബെൽറ്റിനെ പറയുന്നത്. ബേസിക്കലി ഇവർക്കിത് അറിയാമോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. പശുപാലൻ എന്ന് പറയുന്നത് ഇന്ത്യയിലെ യാദവ കമ്മ്യൂണിറ്റിയുടെ ജോലിയാണ്. പശുപാലൻ യാദവ കമ്മ്യൂണിറ്റി. അതിന് കൃഷ്ണനുമായിട്ടും ഈ സംഭവമൊക്കെ വളരെ മിത്തോളജിക്കൽ ഭയങ്കര സ്പിരിറ്റാണ് ഇതിനകത്ത്. അപ്പം അത് ബീഫ് തിന്നാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും മറ്റൊരു സംഭവം.
അതായത് പഴയിടം നമ്പൂതിരി എന്ന് പറയുന്നയാൾ കേരളത്തിലെ യൂത്ത് ഫെസ്റ്റിവലിൽ മാസീവായിട്ടാണ് കുട്ടികൾക്ക് മറ്റു ആൾക്കാർക്ക് ആഹാരം ഉണ്ടാക്കി കൊടുക്കുന്നത്. അപ്പം കേരളത്തിലെ മറ്റൊരു ബുദ്ധിജീവി എന്തുകൊണ്ട് അവിടെ ബീഫ് വിളമ്പുന്നില്ല? ബേസിക്കലി അതുമായിട്ട് ആഹാരം, ഇപ്പം ഞാൻ പോർക്ക് കഴിക്കുന്ന, ഞാൻ ബീഫ് കഴിക്കുന്ന, ഞാൻ കോഴി ചിക്കൻ കഴിക്കും, മട്ടൻ കഴിക്കും. എന്തുകൊണ്ടാണ് അവിടുത്തെ പ്രാക്ടിക്കൽ ഇഷ്യൂ? ഇത്രമാത്രം കുട്ടികൾ അവിടെ കായികമേളയിലും കലാമേളയിലും പങ്കെടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഇവർ ഈ വരുമ്പോൾ ഇവർക്ക് ഈ നോൺ വെജ് എന്ന് പറഞ്ഞ സാധനത്തിൻ്റെ, കാരണം ഞാൻ നോൺ വെജും വെജും കഴിക്കുന്ന ഒരാളാണ്. ഞാൻ വീടിന് പുറത്ത് പോകുമ്പോൾ ഞാൻ നോൺ വെജ് കഴിക്കാറില്ല. കാരണം എൻ്റെ വയറൽപ്പം സെൻസിറ്റീവാണ്. കാരണം ഇതെന്തെങ്കിലും പിടിച്ചു കഴിഞ്ഞാൽ കേരളത്തിൽ വെച്ച് എനിക്ക് 3-4 പ്രാവശ്യമാണ് ഫുഡ് പോയ്സൺ അടിച്ചിരിക്കുന്നത്. എൻ്റെ റീസൺസ് ഉണ്ട്, അതുകൊണ്ടാണ് കഴിക്കാതിരിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് പെട്ടെന്ന് അശോകൻ ചെരുവിള എന്ന് പറയുന്ന മറ്റൊരു ഇടതുപക്ഷ ബുദ്ധിജീവി ബീഫ് വിളമ്പണം? കേരളത്തിൽ വലിയ ചർച്ചയായിരുന്നു. കേരളത്തിലൊരു ചാനലിൽ ഇപ്പോഴത്തെ മെയിനായിട്ടുള്ള ആങ്കർ എന്തുകൊണ്ട് ബീഫ് ഉണ്ടായിക്കൂടാ? എവിടെയാണ് ഈ പ്രശ്നം ഉണ്ടായത്? ബേസ് അതിനകത്ത് ഈ വർഗീയതയും ജാതിയൊക്കെ കയറിയും വന്നു. ഇതാണ് ഇഷ്യൂ. ഇതുണ്ടെങ്കിൽ മാത്രമേ ഇടതുപക്ഷ ബുദ്ധിജീവികൾക്ക് പ്രശ്നം ഉണ്ടാവുകയുള്ളൂ. എന്താ അതിൻ്റെ റീസൺ? കാരണം നോൺ വെജ് എന്ന് പറയുന്ന സംഭവം കേരളത്തിൻ്റെ ടെമ്പറേച്ചറിൽ ഇത് പുറത്തെടുത്ത് വെച്ച് കഴിഞ്ഞാൽ പന്നലായിപ്പോവും. നോൺ വെജ് മോശമായി കഴിഞ്ഞ ശേഷം അതെടുത്ത് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും ഡേഞ്ചറാണ് ഈ സാധനം. അതുകൊണ്ടാണ് എപ്പോഴും ഇത് ഫ്രോസൺ ഫുഡായിട്ട് വെച്ചിരിക്കുന്നത്. അപ്പോഴിത് ഇത്രയും ആൾക്കാർക്ക് പാചകം ചെയ്ത് കൊടുക്കുമ്പോൾ, ഞാനതിനെപ്പറ്റി അന്ന് വീഡിയോ ചെയ്തിരുന്നു, അന്ന് നിങ്ങളാരും ശ്രദ്ധിച്ച് കാണത്തില്ല. ഇതിത്രയും പേർക്കത് പ്രോപ്പറായിട്ട് സെർവ് ചെയ്ത് ഇത് അതിൻ്റെ ഹൈജീനുമായിട്ടും ഈ ഫുഡിൻ്റെ ക്വാളിറ്റി ആണെങ്കിലും അത് പോയ്സൺ ഉണ്ടാകാൻ നോക്കേണ്ടത് അവിടെ കാറ്ററിങ് ചെയ്യുന്ന ആൾക്കാർക്കാണ് അത് ഉത്തരവാദിത്വം. പിന്നീടാണ് കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മന്ത്രി ഈ പറയുന്ന പഴയിടം നമ്പൂതിരിയെ അത് അയാൾ കാണിച്ച ശരിയാണ്, അദ്ദേഹം അതിൻ്റെ പേര് പിന്മാറുകയും പിന്നെ തിരിച്ചു വരികയും ചെയ്തു. ഇപ്പോൾ റീസൺ എന്ന് പറയുന്നത് ആ ഒരു സമയത്ത് അദ്ദേഹം ഒരു അപ്പർ കാസ്റ്റ് ആയിപ്പോയി, പഴയിടം നമ്പൂതിരിയായിപ്പോയി. ഇതെല്ലാ ഫാക്ടേഴ്സും ഉണ്ട്. അതായത് ഇവൻ്റെയൊക്കെ തലയ്ക്കകത്ത് വെച്ചിരിക്കുന്നത് ഇതൊരിതോ ബുദ്ധിജീവി ശാസനമാണ്. എന്നാൽ അപ്പുറത്തെ കമ്മ്യൂണിറ്റിക്കകത്ത് കിടക്കുന്ന സംഭവങ്ങളെ പറ്റി നിങ്ങൾക്കറിയാം. ഒരാൾക്ക് 4 കെട്ടാം. ഏറ്റവും മനുഷ്യനുമായിട്ട്, ഇന്നത്തെ ജീവിക്കുന്ന മനുഷ്യനുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത ആചാരങ്ങളും വിശ്വാസങ്ങളും ആ രീതിയിൽ മനുഷ്യനെ താറടിക്കുന്ന കാഫർ ഉൾപ്പെടെയുള്ള സംഭവത്തെ പറ്റി ഇവരൊരക്ഷരം മിണ്ടത്തില്ല. അതാണ് ബുദ്ധിജീവി. പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം മറ്റേ കനേഡിയൻ മാക്രി ഇവരുമായിട്ട് ബന്ധപ്പെട്ട് ലീഗിൻ്റെ സമസ്ത അവരെ ബന്ധപ്പെട്ട് ഏതാണ്ടൊരു കാര്യം പറഞ്ഞു. അന്ന് അവരെല്ലാം കൂടെ എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇട്ടങ്ങ് ബോധിച്ചു. അതിനുശേഷം അതേപ്പറ്റി മിണ്ടത്തില്ല. എല്ലാ സമയത്തും ചാണകം, BJP, RSS, സംഘപരിവാർ, അത് മാത്രമേ ഈ മാക്രിക്ക് പറയാനുള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെയാണ് ഞാൻ അവരെ കനേഡിയൻ മാക്രി, അതായത് പൊട്ടക്കുളത്തിൽ കിടന്ന സാധനം കാനഡയിൽ പോകുമ്പോൾ കനേഡിയൻ മാക്രിയായി. അത് ചലയ്ക്കുമ്പോൾ അത് കാണാനും അത് കേൾക്കാനും ലോജിക്ക് പോലും ഇല്ലാത്ത ആൾക്കാർ അതിനെ പിന്തുണയ്ക്കുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ തീരുമാനിക്കുക. എന്തുകൊണ്ടാണ് ഇതൊക്കെ പറയുന്നത്? എന്തുകൊണ്ടാണ് ഇതിന് അക്സെപ്റ്റൻസ് കിട്ടുന്നത്? എൻ്റെ അടുത്ത പോയിന്റ്, കേരളത്തിൽ ഈ ക്രൈസ്തവ സമൂഹം, ഞാനീ പോയിക്കൊണ്ട് ഓർത്തഡോക്സ് ആണെങ്കിലും കാത്തലിക്സ് ആണെങ്കിലും യാക്കോബായ, ഇതിനകത്ത് ഏറ്റവും മോശമായൊരു സംഭവമുണ്ട്. അതായത് കുംഭസാരം എന്ന് പറഞ്ഞ സാധനം. ഈ കുംഭസാരവുമായിട്ട് അടുത്ത കാലങ്ങളിൽ നടത്തിയ ഏറ്റവും വലിയ സ്കാമാണ്. നിങ്ങൾ കേട്ട് കാണും, 4 അച്ഛന്മാരുടെ കാര്യം. അതായത് ഈ പിന്നീട് ആ സ്ത്രീയെ മിസ്യൂസ് ചെയ്തു. ഇതിനെതിരെ ഇവരൊരു അക്ഷരം മിണ്ടത്തില്ല. ഈ പറയുന്ന ഇടതുപക്ഷ ബുദ്ധിജീവികൾ ഇതിനെതിരെ മിണ്ടത്തില്ല. എന്താ മിണ്ടാത്തെ? പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാത്തലിക് സഭയും ഓർത്തഡോക്സ് സഭയും ജാക്കോബൈറ്റ് സഭയും അവർ കയറി ഇവരെ അങ്ങ് മെയ്യും. അത് കയറി അങ്ങ് മെയ്യും. അത് അവരെ ബാധിക്കാണ്, ബുദ്ധിജീവി അല്ലാതായി മാറും. അപ്പോൾ എപ്പോഴും അറ്റാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കമ്മ്യൂണിറ്റിയായി മാറി. ഇപ്പോഴും ഞാൻ പറയുന്നത്, ഞാൻ പല വീഡിയോയിലും ഹൈന്ദവ കമ്മ്യൂണിറ്റിയിൽ നിലനിൽക്കുന്ന ജാതീയത അത് മാറ്റണമെന്നും അത് തെറ്റാണെന്നും എപ്പോഴും ഹൈലൈറ്റ് ചെയ്യുന്ന ഒരാളാണ്. കാരണം അതിന് ആവശ്യമാണ്. കാരണം മോഡറേറ്റായിട്ട് മോഡേൺ രീതിയിൽ പോകണം. പിന്നെ മറ്റൊരു പോയിന്റ് ഞാൻ പറയാം. ഇതിനകത്ത് ഈ ഹൈന്ദവ കമ്മ്യൂണിറ്റിയിൽ, അതായത് ഈ കുംഭമേളയുമായി ബന്ധപ്പെട്ട് ഞാൻ 2 പ്രാവശ്യം പോയിട്ടുണ്ട് കുംഭമേള. ഇപ്പോഴല്ല, നേരത്തെ.
അപ്പോൾ ഈ 2 പ്രാവശ്യം പോയപ്പോൾ എനിക്ക് കുംഭമേള ഒരു നല്ല എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ്. കാരണം ബേസിക്കലി അത് ഇന്ത്യയുടെ ഒരു ഉണർത്തുപാട്ടാണ് ഈ കുംഭമേള. ആ വാക്കാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അതേപോലെ ഇന്ത്യയിലെ ഒരുവിധപ്പെട്ട എല്ലാ അമ്പലങ്ങളും, ശബരിമല ഞാൻ പോയിട്ടുണ്ട്, ഈ ഗുരുവായൂർ അമ്പലത്തിൽ ഞാൻ പോയിട്ടുണ്ട്, അതേപോലെ തന്നെ ഈ ഉജ്ജയിൻ അവിടെ ഞാൻ പോയിട്ടുണ്ട്, ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഹൈന്ദവ ക്ഷേത്രങ്ങളിലും ഞാൻ പോയിട്ടുണ്ട്, ഇന്ത്യയിലെ പ്രധാനപ്പെട്ട മുസ്ലിം ആരാധനാലയങ്ങൾ, ഇപ്പോൾ അജ്മീർ എടുക്കുക, മറ്റു പല സ്ഥലങ്ങൾ, ഇതൊക്കെ ഞാൻ പോയിട്ടുണ്ട്. ഇത് പോകുന്നതിൻ്റെ കാര്യം എന്തെന്നറിയോ? ഞാനൊരു ഇന്ത്യനൈസ്ഡ് ക്രിസ്ത്യനാണ്, അതുകൊണ്ടാണ് പോകുന്നത്. കാരണം എനിക്കെല്ലാവരും ഉൾക്കൊള്ളാൻ കഴിയും, എനിക്കിവരെ ഹെയ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല, അവരെ തള്ളിക്കളയാൻ പറ്റത്തില്ല. പക്ഷേ അതിനകത്തുള്ള മത തീവ്രതയെ ഞാൻ പൂർണ്ണമായിട്ടും മാറ്റി നിർത്തുന്നു. കാരണം അതും ഈ വിശ്വാസം തമ്മിൽ യാതൊരു ബന്ധവുമില്ല. അതിനകത്ത് പാളിച്ചകളുണ്ട്, അത് തിരുത്താൻ തയ്യാറാകണം. ഇപ്പം എനിക്കറിയാവുന്ന ഇപ്രാവശ്യത്തെ കുംഭമേളയ്ക്ക് എനിക്കറിയുന്ന എത്രയോ പേര് ക്രൈസ്തവ ഫാമിലിയിലുള്ളവർ, എൻ്റെ ബന്ധുക്കൾ ഉൾപ്പെടെ എത്രയോ പേരേനും ഇപ്രാവശ്യം അവിടെ മുങ്ങാൻ പോയി. അപ്പം ബേസിക് അതൊന്നും അല്ല ഇതിൻ്റെ അകത്ത് ബേസിക് ഇഷ്യൂ. ഇതിനകത്ത് ബുദ്ധിജീവി സാധനം കൊണ്ടുവരിക. കാരണം അറിയാതിരിക്കുന്ന ആൾ പെട്ടെന്ന് ബുദ്ധിജീവിയുമായി ബന്ധപ്പെട്ട് ഇയാളെ ഹൈലൈറ്റ് ചെയ്യുക. ഇതൊരു കേരളത്തിൻ്റെ രീതിയായിട്ടങ്ങ് മാറി. അതായത് ഇടതുപക്ഷ ലിബറൽ ബുദ്ധിജീവികൾ എന്ന് പറയുന്ന സാധനമാണ്. അതായത് എല്ലാ അർത്ഥത്തിലും ഏതൊക്കെ സന്ദർഭം കിട്ടിയാലും, അത് ലിറ്ററേച്ചർ ആണെങ്കിലും മറ്റുള്ള സംഭവമാണെങ്കിലും അത് കയറി മാറ്റും. ഇപ്പം ക്രിസ്ത്യാനിറ്റിയെ പറ്റി ഇതിൻ്റെ അകത്തൊരു ഭാഷാഭൂഷണിക്കകത്ത് ഒരു ഫോട്ടോ ഒരു ചിത്രകാരൻ വരച്ചു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട സംഭവം നിങ്ങൾക്കറിയത്തില്ലേ? എത്ര പെട്ടെന്ന് മനോരമ അത് മാറ്റിയത്. കേരളത്തിലെ ബുദ്ധിജീവികൾ അതിനെപ്പറ്റി മിണ്ടിയോ? ഒരക്ഷരം മിണ്ടിയില്ല. പക്ഷെ മറ്റൊരു മാതൃഭൂമിക്കകത്തൊരു കഥ ഞാൻ വായിച്ചു, അത് കേരളത്തിൻ്റെ കോൺട്രവേഴ്സിയായി. അവിടുത്തെ ഒരു പൂജാരി പൂശുന്നതുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് അവാർഡ് കൊടുക്കുന്നു. അദ്ദേഹം കേരളത്തിലെ വലിയ ബുദ്ധിജീവിയായി മാറുന്നു. ഞാനൊരു കാര്യത്തിൽ കൃത്യമായിട്ട് പറയാം, ഇപ്പോൾ സോഷ്യൽ ലൈഫിൽ നടക്കുന്ന മതത്തിൻ്റെ ദുഷ്ടമായ ആചാരങ്ങളെപ്പറ്റി കഥാകാരന്മാർക്കും കലാകാരന്മാർക്കും അത് പ്രകടിപ്പിക്കാം. പക്ഷെ അത് എപ്പോഴും ഒരു മതത്തെ മാത്രമാകരുത്. എല്ലാവരെ പറ്റി പറയും. ഈ മതങ്ങളിലൊക്കെ DK ഉണ്ട്. അത് പുറത്തു കൊണ്ടുവന്ന് ആൾക്കാരെ എഡ്യൂക്കേറ്റ് ചെയ്യുക. അതാണ് ഒരു റിഫോമിസ്റ്റ്, ഒരു റിഫോമറുടെ ഏറ്റവും വലിയ ആവശ്യം. ഇതുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത്, വിഡ്ഢിത്തരം മാത്രമാണ് ഈ പുലമ്പുന്നത്. അതിന് കേരളത്തിലെ ഒരു സോഷ്യൽ ലിബറൽ ആളുകൾ അതിൻ്റെ പുറകെ നടന്ന് അവരതിനെ പേരെടുക്കാൻ നടക്കുന്നു. യഥാർത്ഥ ഇഷ്യൂവിനെ പൂർണ്ണമായിട്ടും മറയ്ക്കുന്നു. സ്ത്രീകളെ പൂർണ്ണമായിട്ട് ചാക്കി കയറ്റുന്നു, അതിനെപ്പറ്റി മിണ്ടുന്നില്ല. സ്ത്രീകൾക്ക് പൂർണ്ണമായിട്ട് സ്വാതന്ത്ര്യം കൊടുക്കാതിരിക്കുക, അതിനെപ്പറ്റി മിണ്ടുന്നില്ല. ഒരു പെൺകുട്ടിയെ സ്റ്റേജിൽ പോയി ഗിഫ്റ്റ് മേടിക്കാൻ ഏറ്റവും കൂടുതൽ മാർക്ക്, അതിനെ എതിർത്തു, അതിനെപ്പറ്റി മിണ്ടുന്നില്ല. സ്ത്രീകൾ വെറും അടിമയാണെന്ന് പറയുന്നു, അതിനെപ്പറ്റി മിണ്ടുന്നില്ല. എപ്പോഴും ഇവരുടെ നോട്ടമെന്ന് പറഞ്ഞ ഹൈന്ദവ വിശ്വാസത്തിൻ്റെ എല്ലാ സാധനങ്ങളും പോസ്റ്റ്മോർട്ടം ചെയ്യുക, അതിനെ പബ്ലിക്കിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് അലക്കുക, അതിനെ നാശമാക്കാൻ ശ്രമിക്കുക. ഒരു കാര്യം പറയാം, ഇന്ത്യയിലെ ഹൈന്ദവ വിശ്വാസികളോട്, വിശ്വസിക്കുന്നവരോട് തന്നെ പറയുന്നൊരു കാര്യമാണ്, വളരെ ടോളറൻസ് ഉള്ള മതം തന്നെയാണ് ഹിന്ദു സംസ്കാരം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഹിന്ദു മതങ്ങൾക്ക് എല്ലാവരെയും ഉൾക്കൊള്ളാൻ കഴിയുന്നത്. ഇതിനകത്ത് ചില പുഴുക്കൂത്തുകളൊക്കെ ഉണ്ട്, സത്യം. പക്ഷേ അതേപോലെ പോകുന്ന ഒരു ലൈഫ് സ്റ്റൈലുള്ള ഹിന്ദുമത വിശ്വാസികൾ ഇതേപോലെ കടന്നാക്രമിക്കുന്ന ഒരേ ഒരു സംസ്ഥാനം ബുദ്ധിജീവികളുള്ളത് ഇന്ത്യയിൽ, കേരളത്തിൽ മാത്രമാണ്. ഇതിനെ ചോദ്യം ചെയ്യേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നതാണ് എൻ്റെ ഈ വിഷയത്തിലുള്ള അഭിപ്രായം.